അപൂർവ ജനിതക രോഗം SMA ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്കായുള്ള പ്രായപരിധി ഉയർത്തി സംസ്ഥാന ആരോഗ്യവകുപ്പ്. പ്രായപരിധി 18 വയസ്സായി ഉയർത്താനാണ് തീരുമാനം. MSA രോഗബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. SMA രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള കെയർ പദ്ധതി വിപുലീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ 12 വയസ്സിൽ താഴെയുള്ള 110 കുട്ടികൾക്കാണ് സൗജന്യ മരുന്ന് വിതരണം. പ്രായപരിധി 18 വയസ്സിലേക്ക് ഉയർത്തുന്നതോടെ കൂടുതൽ കുട്ടികൾ പദ്ധതിയുടെ ഭാഗമാകും. ഇതിനായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നും ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം 18 വയസ്സിലേക്ക് ഈ പ്രായപരിധി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അസംഭവ്യം എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലെങ്കിലും എത്തിക്കാൻ കഴിയുന്നത് നമുക്കൊരു ആ ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴുള്ള നിലയിൽ എത്താനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് കൂടുതൽ 18 എന്നുള്ള ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. 2022 തിരുവനന്തപുരം SIT ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ SMA ക്ലിനിക്കിലൂടെയാണ് പദ്ധതിയുടെ തുടക്കം. SMA ബാധിച്ച കുട്ടിയുടെ നട്ടെല്ലിലെ വളവ് പരിഹരിക്കുന്ന സ്കോളിയോസിസ് കറക്ഷൻ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയതും സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ നേട്ടമാണ്. കുട്ടികളുടെ ജനന സമയത്ത് ശരീരത്തിന്റെ ചലനശേഷിയെ ബാധിക്കുന്ന രോഗമാണ് SMA. ചികിത്സാ ചെലവുകൾ കൂടുതലായുള്ള രോഗബാധിതരായ കുട്ടികളുടെ മരണനിരക്ക് 60% നിന്നും ഗണ്യമായി കുറയ്ക്കാൻ കെയർ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.